ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി സോയ ചങ്ക്സ് 65 ആണ്. നമുക്ക് സ്റ്റാർട്ടറായിട്ടും അതുപോലെ തന്നെ സൈഡ് ഡിഷായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് സോയ ചങ്ക്സ് എടുത്തിട്ട് ഉടനെ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സോയ ചങ്ക്സ് 65 ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ സോയ ചങ്ക്സ് 65 ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 100 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ അധികം എരിവുണ്ടാവില്ല, ചെറിയൊരു എരിവേ ഉണ്ടാവുള്ളൂ. നമ്മൾ കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മതി. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ച് ചേർത്താലും മതി. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് നമ്മുടെ ചെറിയ ജീരകം, ക്യൂമിൻ സീഡ്സ്, ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു 5-6 പച്ചമുളക്, 2-3 തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ മല്ലിയില മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ സോയ ചങ്ക്സിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് അടച്ചു വയ്ക്കാം. സോയ ചങ്ക്സ് ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണത്. അതിനുശേഷം നമുക്ക് ഈ പൊടികളും ഈ കുരുമുളകും പെരിഞ്ജീരകവും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയും ഉപ്പുമാണ്. അപ്പോൾ ഞാൻ ഈ സോയ ചങ്ക്സിലേക്ക് വെള്ളം ചേർക്കട്ടെ. ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വെള്ളവും കൂടി ചേർക്കുന്നത്. നമ്മൾ പിന്നീട് അത് വാഷ് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവേ ഉണ്ടാവുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് തന്നെ നിങ്ങൾ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചോളൂ. എന്നിട്ട് 20 മിനിറ്റ് അടച്ചു വെക്കണം. അടച്ചു തന്നെ വെക്കണം, തുറന്ന് വെക്കരുത്. എന്താണെന്ന് വെച്ചാൽ സോയ ചങ്ക്സ് നന്നായിട്ട് സോഫ്റ്റായി വന്ന് ഈ വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഞാൻ അത് ആദ്യം ചെയ്യട്ടെ. അപ്പോൾ നമ്മളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുരുമുളകും പെരിഞ്ജീരകവും നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാൻ. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് അങ്ങോട്ട് കുരുമുളക് പൊട്ടിയൊന്നും വരണ്ട, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടിയാണുള്ളതെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. പെരിഞ്ജീരകപ്പൊടി ചേർക്കാം, കുരുമുളക് പൊടി ചേർക്കാം, ജീരകപ്പൊടി ചേർക്കാം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ഫ്രഷ് ആയിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചൂടാക്കി എടുക്കുന്നത്. പിന്നെ പെരിഞ്ജീരകവും കുരുമുളകും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മുഴുവനായിട്ടുള്ള കുരുമുളകും പെരിഞ്ജീരകവും തന്നെ റോസ്റ്റ് ചെയ്ത് ചേർക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഒരുപാട് സമയം ചൂടായി വരണ്ട. അപ്പോൾ തന്നെ നന്നായിട്ട് ആ ജീരകത്തിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയും ഒക്കെ ഒരു മണം വരുന്നുണ്ട്. ഇത് നമ്മൾ സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒരുമിച്ച് റോസ്റ്റ് ചെയ്യാൻ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഒക്കെ അല്ലേ ഉള്ളൂ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യണം മാത്രം. വലിയ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യരുത്, കരിഞ്ഞു പോവും ജീരകം. ഇപ്പോൾ നമ്മുടെ ചെറിയ ജീരകമൊക്കെ പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ പൊടികളാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ വീണ്ടും അളവുകൾ പറയുന്നത് ഒരു പ്രാവശ്യം കൂടി നോട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതും ഒന്ന് ചൂടായി വരട്ടെ. ലൈറ്റായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. 1 മിനിറ്റ് മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടികൾ ചൂടായി വരും. അപ്പോൾ ഇനി മുതൽ കുക്കിങ്ങിന് ഞാനും ഉണ്ടാവും നിനീതയുടെ കൂടെ സ്ഥിരം. ഞങ്ങൾ രണ്ടുപേരും കൂടി കുക്ക് ചെയ്യാൻ പോകുന്നത്. സ്ഥിരം എന്ന് പറഞ്ഞാൽ മിക്കവാറും വീഡിയോകളിൽ ഉണ്ടാവും. കൊറോണയൊക്കെ ഏതാണ് ഇഷ്ടംമാതിരി സമയമുണ്ട്. അതാണ് ഏതായാലും ഞാനും കൂടി കുക്കിങ്ങിൽ കൂടാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ പൊടികൾ റോസ്റ്റ് ചെയ്ത് ചേർക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മുടെ ആ ഒരു സോയ ചങ്ക്സിന് പച്ചച്ചുവ ഉണ്ടാവാതിരിക്കാനാണ്. നമ്മുടെ പൊടികൾ പച്ചയ്ക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ പച്ചച്ചുവ ഉണ്ടാവും. ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പച്ചച്ചുവ ഇല്ലാതെ നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ മസാലകളൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും റോസ്റ്റ് ചെയ്യാനുണ്ട് അടുത്ത പൊടികൾ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. വീണ്ടും നമ്മൾ
സ്റ്റൗ ഓൺ ചെയ്തു. ഇതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കോൺഫ്ലോറും ചേർന്ന മിക്സാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും. വറുത്ത അരിപ്പൊടിയാണ്, ഞാൻ പത്തിരിയുടെ ഭാഗത്തിലുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വറുത്ത അരിപ്പൊടിയാണെങ്കിലും ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാൻ സവോളയൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗാർണിഷ് ചെയ്യാം. പിന്നെ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഞാനിപ്പോൾ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ലൈസ് ലെമൺ വയ്ക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ പൊടികളും ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പൊടിയും കോൺഫ്ലോറും ചൂടായി വന്നോളും. എല്ലാ പൊടികളും ചൂടാക്കി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ വേറെ ബാക്കിയുള്ള വലിയ ജോലികളൊന്നുമില്ല. നമ്മൾ സോയ ചങ്ക്സ് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതൊക്കെ ചെയ്ത് പൊടിച്ചൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സോയ ചങ്ക്സ് സോക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പാനിൽ ഇതുപോലെ പിടിച്ചതുപോലെ തോന്നുന്നത്. അത് നമ്മൾ ഇളക്കി വരുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയും കോൺഫ്ലവറും ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിതും ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പൊടികളും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുരുമുളകും പെരിഞ്ചീരകവും ഒക്കെ ചൂട് മാറിയിട്ട് വേണം നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഇതെല്ലാം പൊടികളാണെങ്കിലും ഒന്നുകൂടി മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതും ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളകും പെരിഞ്ചീരകവും ചെറിയ ജീരകവും ചേർക്കാം. ഇതൊന്ന് ആദ്യം പൊടിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പെരിഞ്ചീരകമൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കിനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്ത് പൊടിക്കാം. അപ്പോൾ ചെറിയ തരികൾ പെരിഞ്ചീരകത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നുകൂടി ഒന്ന് പൊടിഞ്ഞു വന്നോളും. കൂടുതൽ വണ്ടിക്ക് വരുമ്പോഴാണ് നന്നായിട്ട് പൊടിഞ്ഞു വരിക. അപ്പോൾ ഇതും പൊടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ പൊടികൾ ചേർത്ത് വീണ്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കോൺഫ്ലവറും കൂടി ചേർക്കുക. അതും ചേർത്ത് ഒന്നുകൂടി ഒന്ന് പൊടിക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, ഈ സോയ ചങ്ക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ സോയ ചങ്ക്സ് ഇതാ 3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സോയ ചങ്ക്സ്. അപ്പോൾ വലിയ സോയ ചങ്ക്സ് തന്നെ എടുത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ചെറിയ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് ചേർക്കുക. പകുതി മതി. ഒരുപാട് പുളിയായിട്ടുണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു ചെറുനാരങ്ങയുടെ പകുതി എന്ന് പറയുന്നത്. കുരു വീഴാതെ നോക്കണം. കുരു വീണിട്ടുണ്ടെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, അതെല്ലാം ഇതിലേക്ക് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർക്കാം. മുട്ട ഫ്രഷ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചത്. എന്താണെന്ന് വെച്ചാൽ മുട്ട വാങ്ങിച്ചു വെച്ചിട്ട് 2-3 ദിവസമായി. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർക്കുക. ഒരുപാട് വലുതായി പോയിട്ടുണ്ടെങ്കിൽ കൊള്ളില്ല. അതുകൊണ്ടാണ് ചെറുതായിട്ട് മുറിച്ച് ചേർക്കുക എന്ന് പറയുന്നത്. ഇത് മല്ലിയിലയൊക്കെ നിർബന്ധമാണ് കേട്ടോ നമുക്ക്, എന്നാലേ നമുക്ക് ആ 65ൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുക കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഉപ്പുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ആ പൗഡർ മിക്സ് ചെയ്തെടുത്തപ്പോൾ അതിലേക്കും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഉപ്പ് ചേർക്കാതിരുന്നത്. നമുക്കിതെല്ലാം മിക്സ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതൊന്ന് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ പോവാണ്. എങ്കിലും നന്നായിട്ട് സോയ ചങ്ക്സിലേക്ക് ആ മസാലയൊക്കെ പിടിച്ചു വരുള്ളൂ. പിന്നെ സോയ ചങ്ക്സിൽ നിന്നുള്ള ആ നനവ് കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആയിക്കോളൂ കേട്ടോ. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ഒരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാം, ചായക്കൊരു സ്നാക്കായിട്ട് കഴിക്കാം. അങ്ങനെ പല രീതിയിൽ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം കേട്ടോ. ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ, കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നൊരു റെസിപ്പിയാണിത്. വളരെ ഈസി അല്ലേ? കുറച്ച് സോയ ചങ്ക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് സോയ ചങ്ക്സിലേക്കൊക്കെ പിടിച്ചു വരണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നത്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
നമ്മൾ സോയ ചങ്ക്സ് എടുക്കുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം എന്ന് മാത്രം. ഒരുപാട് വെള്ളം സോയ ചങ്ക്സിൽ ഉണ്ടാവാൻ പാടില്ല. വെള്ളം അധികം ഉണ്ടെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് ലെമൺ ജ്യൂസൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് തരുമ്പോൾ ഓവറായി പോകും വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ നമ്മുടെ കോട്ടിങ് കറക്റ്റ് ആവില്ല. ഇത്രയും വലിപ്പം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വലിപ്പത്തിൽ തന്നെ ഉള്ളതാണ് കാണാൻ ഭംഗി ഉണ്ടാകുന്നതും കഴിക്കുമ്പോൾ ടേസ്റ്റ് വരുന്നതും. ഇനിയിപ്പോൾ നമുക്കിത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ് വെച്ചാൽ മതി, മാറ്റി വയ്ക്കാം. ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ സോയ ചങ്ക്സിലേക്ക്. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സോയ ചങ്ക്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. സോയ ചങ്ക്സ് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കരുത്, മുഴുവനായിട്ടും കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തമ്മിൽ ഒട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. നമ്മൾ മുട്ടയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് കോട്ടിങ് പെട്ടെന്ന് അങ്ങ് പോവില്ല, എങ്കിലും കുഴച്ചിളക്കി ഇട്ട് കൊടുക്കരുത്. ഒന്ന് ശ്രദ്ധിച്ച് അകത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. നമ്മളെ പെരുംജീരകമൊക്കെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതുകൊണ്ട് നല്ലൊരു മണമാണ് ഈ മസാലയ്ക്ക് വരുന്നത്. നമുക്ക് ഈ മസാല റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ പ്രോൺ 65 ആണെങ്കിലും ഫിഷ് 65 ആണെങ്കിലും ഒക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ 65 ഒക്കെ ചെയ്യാനായിട്ട് ഈ മസാല വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇത്രേ ഇടുന്നുള്ളൂ. ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോയ ചങ്ക്സ് ഇട്ടിട്ട് ഉടനെ തന്നെ ഇളക്കരുത്. കുറച്ച് സമയം കഴിഞ്ഞിട്ടേ നമ്മൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാൻ പാടുള്ളൂ. ഉടനെ തന്നെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാലയുടെ കോട്ടിങ്ങൊക്കെ പോവും. അപ്പോൾ അതൊന്ന് കുക്കായി വന്നിട്ട് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ആയി. നമുക്കിനി ഒന്ന് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം കേട്ടോ. കുറച്ച് ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടോ, സോയ ചങ്ക്സിലൊക്കെ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് തിരിച്ചിട്ട് കൊടുക്കരുത്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനെടുത്ത് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്ത് എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്യാം. ഒരാഴ്ച വരെ ഇരുന്നാലും മോശമായി പോവില്ല. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇതിലേക്ക് ഗാർണിഷിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ബർണറിൽ വയ്ക്കുക, വലിയ ബർണറിൽ വയ്ക്കരുത്. വലിയ ബർണറിൽ വയ്ക്കുമ്പോൾ വേഗം തന്നെ പുറം ഭാഗം കുക്കാവും, ഇൻസൈഡ് കറക്റ്റായിട്ട് കുക്കായി വരില്ല. അതുകൊണ്ട് ചെറിയ ബർണറിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം ഓരോ ബാച്ച് ഇട്ട് കൊടുക്കുമ്പോഴും. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം ഫ്രൈ ചെയ്തു. ലാസ്റ്റ് ബാച്ച് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ വീണ്ടും കുറച്ച് കാര്യങ്ങൾ ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇതും കൂടെ ഫ്രൈ ചെയ്ത് നമ്മൾ ഈ സോയ ചങ്ക്സിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ 65 ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്ന പോലെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. കറിവേപ്പിലയൊക്കെ ഒന്ന് ക്രിസ്പി ആയി വരണം. അപ്പോഴാണ് നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക. ഈ കറിവേപ്പിലയും എല്ലാം കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സവോള റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചതും ഒരു ലെമൺ സ്ലൈസും കൂടെ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന രീതി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്ന് ക്രിസ്പി ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിത് പ്രസൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ, എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വെളിച്ചെണ്ണയേക്കാൾ ടേസ്റ്റ് കൂടുതൽ നമ്മൾ സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ്. കണ്ടോ, നല്ല ക്രിസ്പി ആയ സൗണ്ട് കേൾക്കുന്നുണ്ടോ കറിവേപ്പിലയുടെ ഒക്കെ. അപ്പോൾ നമുക്കിനി നമ്മുടെ സോയ ചങ്ക്സ് പ്രസൻറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ നമ്മുടെ സോയ ചങ്ക്സ് 65 ഇതാ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പുളി താല്പര്യമാണെങ്കിൽ നമ്മൾ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ലെമൺ പീസിൽ നിന്ന് കുറച്ച് ജ്യൂസ് പിഴിഞ്ഞ് ഒഴിച്ചിട്ട് കഴിക്കാവുന്നതാണ്. അത് കൂടുതൽ പുളി വേണമെങ്കിൽ മാത്രം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ സോയ ചങ്ക്സ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. ആ കുരുമുളകിൻ്റെ ഫ്ലേവറും പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവറും ഒക്കെ നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ ഫ്രഷ് ആയിട്ട് റോസ്റ്റ് ചെയ്ത് ചേർത്തതുകൊണ്ടാണ് ഇതുപോലെ ഫ്ലേവർ നന്നായിട്ട് എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചായയുടെ കൂടെയാണോ ചോറിൻ്റെ കൂടെയാണോ ഏതിൻ്റെ കൂടെയാണോ കഴിച്ചിട്ട് ഇഷ്ടമായത് എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നമ്മുടെ വീഡിയോകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.